ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റാഗിപ്പൊടിയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പിൽ 1 ടേബിൾ സ്പൂൺ കുറവുണ്ട് കേട്ടോ. അത്രയും റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ റാഗിപ്പൊടിയിലേക്ക് വെള്ളം, സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കി വെക്കാം. ഞാൻ ക്യാരറ്റ് എടുത്തത് മീഡിയം വലിപ്പമുള്ള 1 ക്യാരറ്റാണ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ക്യാരറ്റിന്റെ അളവ് കുറച്ച് കൂടുതൽ എടുത്താലും ഒരു കുഴപ്പമില്ല. ഒന്നെന്നുള്ളത് 2 ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇതിവിടെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതേ അളവിൽ മിക്സ് ആക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കാം. റാഗിപ്പൊടി എത്രയാണ് എടുക്കുന്ന ആ അളവിൽ തന്നെ വെള്ളം ഒഴിക്കാനും ശ്രദ്ധിക്കുക. വെള്ളം കൂടി പോകരുത് ഒരിക്കലും. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാക്കാരം പിന്നെ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ വെള്ളം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ദാ ഇതിലെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു പകുതി കുക്കായാൽ മാത്രം മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് എത്രയാണോ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നിലേക്ക് നിങ്ങൾ ഈ റാഗിപ്പൊടി നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചേർക്കുന്നത് പോലെ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നിങ്ങളുടെ ടേസ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഉപ്പിന്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണിന്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും ഈ ക്യാരറ്റും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ഇനി ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെക്കാൻ മറക്കരുത്. എന്നിട്ട് നമ്മളിവിടെ റാഗി കലക്കി വെച്ചത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒന്നും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളിത് ഇനി വീണ്ടും കുക്കാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ആയി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടിക്കോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അടച്ചു വെക്കുക. അപ്പൊ നന്നായിട്ട് ഇത് കുക്കായി കിട്ടിക്കോളൂ. അപ്പൊ അതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തേക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് റെഡിയായി വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. ജസ്റ്റ് ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. കയ്യിലുകൊണ്ട് തൊടാവുന്ന ചൂട് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ഓണം തണുക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ നമുക്കിത് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ചെറിയൊരു ചൂടോടുകൂടിയാണ് സിമ്പിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. കയ്യിലൊരല്പം വെള്ളമാക്കിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാ ഇതിലേക്ക് നമുക്ക് ചെറിയതായിട്ട് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഞാൻ ചെറിയ കുഞ്ഞു ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഷേപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കയ്യിലൊരല്പം വെള്ളം ആക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിലാക്കാം. ഞാനിപ്പോൾ മൊത്തം ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ നമുക്ക് മുഴുവനും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഈ സമയത്ത് ഞാൻ ഇത് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഇപ്പൊ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ പൊള്ളുമല്ലോ, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് കുക്കാക്കി എടുത്താൽ മതി. ഓൾറെഡി ഇത് ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട്. ബാക്കി ഒരു പകുതി മാത്രം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഇതിനി ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരല്പം നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആക്കിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുമെന്നൊന്നും പേടിക്കണ്ട. ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇത് ആവി കയറി വെന്ത് വരുന്ന സമയത്തൊക്കെ റൂട്ട് കിട്ടിക്കോളും. ഒന്നും ഒട്ടിപ്പിടിക്കില്ല. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും ബാക്കി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സിമ്പിൾ ആണ്, ഹെൽത്തി ആണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും. വെയിറ്റ് ഒക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു വട്ടത്തിൽ എന്തൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ചുവന്ന് മൂത്ത് ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു എന്താ പറയുക, ഉള്ളിയിലേക്കൊക്കെ ആവശ്യമായ ഉപ്പ് മാത്രം ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടുതൽ തേങ്ങയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് മാത്രം തേങ്ങ എടുത്തിട്ടുള്ളൂ. ആ തേങ്ങ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും മൂത്ത് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഉള്ളിയിലൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് നല്ലൊരു ഫ്ലേവർ ആകാൻ വേണ്ടി മാത്രമാണ് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റാഗിയുടെ ഉണ്ടകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും റാഗിയും കൂടി വേവിച്ച് വെച്ച് നമ്മുടെ ഉണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിമിൽ ഓയിലാണ് വെച്ചിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത സമയത്താണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്കിത് വൈകുന്നേരം സ്കൂളിൽ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ചൂട് ചായയുടെ ഒപ്പം ഒക്കെ കൊടുക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ആ സമയത്ത് വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത് ഞാനൊരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതൊരു ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇപ്പൊ തടിയൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എന്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.